ആഴ്ച ആ ശത്രുവിന് മാനസാന്തരമുണ്ടാകും. അർത്ഥാൽ അതെ, ആ ശത്രുത ഇനി ഇല്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അഥവാ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് അറിയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാൻ അവസരം നൽകി തരികയും ചെയ്ത നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ നമ്മുടെ സന്തോഷത്തിൻ്റെയും ദൈവത്തിനുള്ള സ്തുതികളുടേതുമായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പ്, ഇനി ആ ശത്രുത ഇല്ല. അതുമുഖാന്തരമുള്ള വേദന, അതുമുഖാന്തരമുള്ള നിരാശ, അതുമുഖാന്തരമുള്ള കണ്ണുനീർ, അതുമുഖാന്തരമുള്ള അപമാനം, അതുമുഖാന്തരമുള്ള നിന്ന, അതേ ആ ശത്രുത മുഖാന്തരമുള്ള ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വിരാമമായി. എങ്ങനെ? ചോദ്യം ഇങ്ങനെ. അതെ, ആ പ്രവചന ദൂതന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒപ്പം വന്നാട്ടെ വലിയ പ്രാർത്ഥനയോടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ ആ ചോദ്യത്തിന്, നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, ആ ചോദ്യത്തിന് തന്നെ ഉത്തരം. നിങ്ങൾ പറയും, പാസ്റ്റർ, നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ, നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ, നിങ്ങൾ അറിയുന്നത് പോലെ ഉള്ളൊരു ശത്രുവല്ല എനിക്കുള്ളത്, അല്ലേ? ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ ശരിയാണ്, നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ശത്രുക്കളായി നിന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാമായിരിക്കാം. അങ്ങനെയുള്ള ഒരാളല്ല, അങ്ങനെ ഉള്ളവളല്ല അവൾ. അവളുടെ ശത്രുത എന്നെ ഈ ഗതിയിലാക്കി, എൻ്റെ പുക കണ്ടേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുക. എൻ്റെ മക്കളുടെ ജീവിതം നരകമാക്കി തീർത്തിട്ടേ, എന്നെ ഇവിടെ നിന്ന് ഓടിച്ചിട്ടേ, അതെ അങ്ങനെ നിൽക്കുക. ഞാൻ ഓടേണ്ടി വരും പാസ്റ്ററെ, എൻ്റെ തലമുറകളുടെ ജീവിതം നശിച്ചു പോകും, അവരുടെ മുമ്പിൽ ഞാൻ ഒടുങ്ങിപ്പോകും, അവരുടെ മുമ്പിൽ ഞാൻ നശിച്ചു പോകും, എനിക്ക് തുടരാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനത്തെ വലിയ ശത്രു. അതെ, നിങ്ങളുടെ ശത്രു, നിങ്ങൾക്കവൻ വലിയവനായിരിക്കാം, നിങ്ങൾക്കവൻ ഭയങ്കരനായിരിക്കാം, നിങ്ങൾക്കവൻ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത, അതെ അത് തന്നെ. രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. അവൻ്റെ കണ്ണെത്താത്തടത്ത്, അവളുടെ കണ്ണെത്താത്തടത്ത് ഓടി രക്ഷപ്പെടുക. അത് മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ എവിടെ പോയിട്ടും കാര്യമില്ല. അങ്ങനെ ഓടിയ പലരെ നിങ്ങൾക്കറിയാം, ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. കൊണ്ടുവന്ന്, അല്ലേ സഹോദരി? അതാ വെല്ലുവിളി. നീ എവിടെ പോയാലും നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഭർത്താവ് ഇവിടെ വരും, ഇവിടെ ഞങ്ങൾക്ക് മുമ്പിൽ കിടന്ന് നരകിച്ച്, അതാ അവിടെ സംഭവിക്കുന്നത്. ആമേൻ. ജോലിയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി പെടാപ്പാട് പെടുക. അത് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ സങ്കടമാണ്. രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു പോയതാ, കാൽ കീഴിലാക്കുമെന്ന്, ഗതികെട്ടവളാക്കി വരുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച വെല്ലുവിളി അതുപോലെ സംഭവിക്കുവാൻ പോകുക ആണോ? എന്നാൽ ഇത്തവണ സ്ഥിതി മാറും. ഓ താങ്ക് യു ലോർഡ്. ഇനി ആ ശത്രുവിൻ്റെ വെല്ലുവിളി നീ കേൾക്കത്തില്ല. നിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും വിധം നിന്നെ ഭയപ്പെടുത്തി, നിൻ്റെ സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ആ വെല്ലുവിളി ഇനി നിനക്കില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് യു ലോർഡ്. ആ വെല്ലുവിളിയില്ല. ആമേൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, പാസ്റ്റർ ഞങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്കറിയത്തില്ല. ശരിയാണ്, നിങ്ങളുടെ ശത്രുവിനെ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ചില ശത്രുക്കളെ അറിയാം. ആ ശത്രുക്കൾ മനുഷ്യരായിരിക്കാം, നിങ്ങളെക്കാൾ ബലവാന്മാരും ശക്തന്മാരുമായിരിക്കാം. ചിലപ്പോൾ മനുഷ്യരല്ല, പിശാചായിരിക്കാം. ആ പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാരുടെ കൂട്ടം ആയിരിക്കാം. സ്വതവേ ആരോഗ്യം കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ നിങ്ങളെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ പിശാചിൻ്റെ സന്തതികളായിരിക്കാം. അങ്ങനെ പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആണേ, സാഹചര്യങ്ങളായിരിക്കാം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കഷ്ടതകൾക്കും പിന്നിൽ സാഹചര്യങ്ങളായിരിക്കാം ശത്രുക്കളായി വരുന്നത്. ഇങ്ങനെ പല നിലകളിലുള്ള ശത്രുക്കൾ നിങ്ങളെ വേട്ടയാടുന്നു.
അതെ, ഇതിലേതായിരുന്നാലും നിങ്ങളുടെ ശത്രു, ആ ശത്രുവിനെ നിങ്ങൾ ജയിക്കും. അർത്ഥാൽ ആ ശത്രു ഇനി നിങ്ങൾക്ക് മുൻപിലില്ല. ഈ ആഴ്ച ആ ശത്രു നിനക്ക് മുൻപിൽ മുട്ട് മടക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുവാൻ തയ്യാറാകാത്തത്? ഞാൻ പറഞ്ഞ ആലോചന, നിങ്ങളെക്കാൾ പ്രബലനാണ് നിങ്ങളുടെ ശത്രു. അതെ, അവനോട് നിങ്ങൾ വാക്കുകൊണ്ട് യുദ്ധം ചെയ്തു, തോറ്റുപോയി. നിങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കി യുദ്ധം ചെയ്തു, തോറ്റുപോയി. അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആരും വന്നില്ല. നിങ്ങൾ പല നിലകളിൽ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. അർത്ഥാൽ നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ അവനേക്കാൾ അശക്തരാണ്, ദുർബലരാണ്. എന്നാൽ ദുർബലനെ ബലവാനാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ അനുഗ്രഹമാണ് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ കേട്ടത്. യാക്കോബ് എന്ന ഭക്തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മല്ലു പിടിക്കുകയാണ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. ഇന്ന് മല്ലു പിടിക്കുവാൻ തയ്യാറായി. അർത്ഥാൽ ഇതുവരെ കരഞ്ഞത് മതി. ഇനി അവനെ പ്രതി, അവളെ പ്രതി, അവരുടെ വിരോധം മുഖാന്തരം, ശത്രുത മുഖാന്തരം എനിക്ക് കരയുവാൻ വയ്യ. എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ ആഴ്ച ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വീഴും. നിന്റെ ശത്രുവിനേക്കാൾ നീ ബലവാനായി മാറും. ആമേൻ. ഇന്നലകളിൽ നീ ഓടിയത് നീ അശക്തനായതുകൊണ്ടാണ്. ഞാൻ പറയുന്നു, ഇന്ന് നിന്റെ ശത്രു മാനസാന്തരപ്പെടുവാൻ പോകുന്നത് അവൻ അശക്തനാണെന്ന് തിരിച്ചറിയുവാൻ പോകുന്നത് കൊണ്ടാണ്. താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ ഇവിടെ ബലഹീനനെ അഥവാ ദുർബലനെ ഓടി ഒളിച്ചവനെ, ഓട്ടം തുടങ്ങിയിട്ട് കുറേ വർഷമായി കേട്ടോ. യാക്കോബിൻ്റെയും യേശാവിൻ്റെയും അപ്പനായ ഇസഹാക്കിനെയും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം ആ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ മനോഹരമായി വിവരിക്കുന്നുണ്ട്. അപ്പൻ അനുഗ്രഹിച്ചു, എന്നാൽ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയാതെ ജ്യേഷ്ഠൻ ശത്രുവായി മാറിയതുകൊണ്ട് അനിയൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ജ്യേഷ്ഠൻ ശത്രുവായി മാറി. പലപ്പോഴും പലരും ശത്രുക്കളായി മാറുന്നത് അറിഞ്ഞോ അറിയാതെയോ നീ അവരെക്കാൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീ പോലും അറിയാതെ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, എങ്ങനെയാണ് ഞാനറിയാതെ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാപിതാക്കളെ, മക്കളെ ശ്രദ്ധിക്കണമേ. എങ്ങനെയാണ് ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെടുന്നത്? നിങ്ങൾ കണ്ണിന് കാണുന്ന ഭൗതിക മേഖലയിലല്ല ഒരു ഭക്തൻ്റെ അനുഗ്രഹം ആദ്യം വെളിപ്പെടുന്നത്, മറിച്ച് ആത്മമണ്ഡലത്തിലാണ്. അകത്ത് വെളിപ്പെടുന്ന അനുഗ്രഹം പിന്നത്തേതിൽ പുറത്ത് വെളിപ്പെടുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ സരിയിൽ വിശ്വസ്തയോടെ മുട്ടുമടക്കുന്ന ആ സമയം തന്നെ ദൈവിക വിടുതൽ നിങ്ങളെ തേടിയെത്തും. പുറമേ നിന്നല്ല വിടുതൽ നിങ്ങളിലേക്ക് എത്തുന്നത്, അകമേതെന്ന്. നിങ്ങളുടെ ആത്മാവിൽ ആമേൻ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം വിടുതലായി മാറും. അത് അകത്ത് നിറഞ്ഞ് പുറത്തേക്ക് വരും. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഒരു വലിയ പാത്രം വെള്ളം നിറഞ്ഞ് ആ വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകി മറ്റുള്ളവർക്കൊക്കെ അത് വെള്ളമുള്ളൊരു പാത്രമാണ്, വെള്ളമുള്ളൊരു കലമാണെന്ന് പറയുവാൻ കഴിയുന്നത് പോലെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഒരു വലിയ പാത്രം, അതിലേക്ക് കോരി ഒഴുക്കുന്ന വെള്ളം, അതിൽ നിറയപ്പെട്ട് ആ വെള്ളം കവിഞ്ഞൊഴുകി, അത് വെള്ളമുള്ളൊരു പാത്രമാണ്, വെറും പാത്രമല്ല, വെള്ളമുള്ളൊരു പാത്രമാണെന്ന് പറയുവാൻ ഇടയാകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെടുന്ന ആ വിടുതൽ നിങ്ങളത് മൺപാത്രം കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. അപ്പോഴാണ് പുറമേയുള്ളവർ അത് കാണുന്നത്. നമ്മുടെ പുറമേയുള്ള കണ്ണുവെച്ച് നമുക്കും കാണുവാൻ കഴിയുന്നത്. അതുവരെയും ആ മൺപാത്രം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട കടമ നിൻ്റേതാണ്. പല മൺപാത്രങ്ങളും ഉടഞ്ഞു പോയിരിക്കുന്നു, നിറയുന്നില്ല, പുറത്താരും അറിയുന്നുമില്ല. ആ ഉടഞ്ഞുപോയ പാത്രങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കെ. നല്ലൊരു കുശവൻ നമുക്കുണ്ട്, അവൻ അതിനെ പണിതെടുക്കും. ഉടഞ്ഞുപോയ പാത്രങ്ങളെ, അനുഗ്രഹം കവിഞ്ഞ് പുറത്തു വരുന്നതിന് തടസ്സമായി ഉടഞ്ഞുപോയി ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ, നന്മകൾ തങ്ങി നിൽക്കാതെ, നന്മകൾ പുറത്തു വരാതെ, വെറും ആത്മീയ ജീവിതത്തിൽ മാത്രം ആലോചനകൾ കേട്ട്, പ്രവചന ശബ്ദങ്ങൾ കേട്ട് അതിൽ തന്നെ ഒടുങ്ങിപ്പോകുന്ന അവസ്ഥകൾക്ക് എൻ്റെ ദൈവം പരിഹാരം വരുത്തുക. നീ എന്ന മൺപാത്രത്തെ പണിയുന്ന കുശവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. മനോഹര പാത്രമാക്കി അവൻ പണിയും. അകത്ത് നിറയുന്ന അനുഗ്രഹം പുറത്തേക്ക് വരും. ആമേൻ. നോക്കൂ, അപ്പോ യാക്കോബ് അനുഗ്രഹിക്കപ്പെടുകയാണ്. തൻ്റെ ശക്തനായ സഹോദരനേക്കാൾ സഹോദരൻ ശക്തനായതുകൊണ്ട് താൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും യാക്കോബ് ഓടി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷപ്പെടേണ്ടി വന്നു. എന്തോ ഭാഗ്യത്തിന് ജീവൻ കയ്യിൽ കിട്ടി. പക്ഷേ സ്വന്തം ബന്ധങ്ങളും നാടും നാട്ടാരും എല്ലാം
അതെ, അങ്ങനെ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ചിലർ ശത്രുക്കളായതുകൊണ്ട് പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടേണ്ടി വന്ന ചിലർ ഇനി അങ്ങോട്ട് ഓടും ഇല്ല, ഇനി തിരികെ വരവാണ്. താങ്ക് യു ലോർഡ്. തിരിച്ചു വരവിന് സമയമായിരിക്കുന്നു. പ്രിയ ബ്രദർ, പ്രിയ സിസ്റ്റർ, നിന്റെ തിരിച്ചു വരവിന് സമയമായിരിക്കുന്നു. ദൈവസന്നിധിയിൽ മുട്ടമടക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. ആമേൻ. നോക്കൂ, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു, ഏശാവ് ശത്രുവായി മാറി. പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള ഓട്ടം. ദീർഘവർഷങ്ങൾ കഴിഞ്ഞു, ശത്രുതയ്ക്ക് ഒരു അറുതിയുമില്ല. ആമേൻ. വർഷങ്ങളായുള്ള ശത്രുത, പക കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. നിന്നിൽ തുടങ്ങിയ ശത്രുത നിന്റെ തലമുറകളിലേക്ക് എത്തിയിരിക്കുന്നു. സഹോദരി, നിന്നോട് തോന്നിയ വാശി, വൈരാഗ്യം എന്താണ് കാരണമെന്നറിയത്തില്ല. കെട്ടിക്കയറി വന്ന നാളുകൾ പറഞ്ഞതോ മിണ്ടിയതോ ചിരിച്ചതോ നോക്കിയതോ എന്തോ എവിടെയോ പോയി. ഇനി അത് ശരിയാക്കുവാനും പറ്റത്തില്ല. പക്ഷെ അന്ന് തുടങ്ങിയ ശത്രുത ഇന്നും തീർന്നിട്ടില്ല. ആ ശത്രുത മക്കളിലേക്ക് പകർന്നിരിക്കുന്നു. ഒന്നും അറിയാത്ത പിള്ളേരുടെ ജീവിതത്തിൽ പോലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മന്ത്രവാദങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും അവരെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്നു. കേൾക്ക്, മല്ല് പിടിക്കുവാൻ തയ്യാറാണോ? നാവ് കൊണ്ടല്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുവാൻ തയ്യാറാണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ആ അനുഗ്രഹം നിന്റെ ശത്രുവിനെ മാനസാന്തരപ്പെടുത്തും. അനുഗ്രഹത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ആമേൻ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ പേര് മാറുകയാണ്. അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് യാക്കോബ് അഥവാ ഉബായി എന്നായിരുന്നു പേർ. അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ അഥവാ ദൈവത്തിൻ്റെ പ്രഭു എന്നായി പേർ. ആമേൻ. അതുവരെ ഉബായി ആയിരുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ പ്രഭു. നിനക്കൊരു ദൈവമുണ്ട്. ചോദിക്കുവാനും പറയുവാനും ആരുമില്ലാത്തവളല്ല, ആരും ഇല്ലാത്തവനല്ല നീ. ഇന്നലകളിൽ നീ അങ്ങനെ ആയിരുന്നു. സ്വന്തം ബന്ധങ്ങൾ ആരുമില്ല, ചേർത്ത് നിർത്തുവാനോ സഹായിക്കുവാനോ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്ത് കളയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നവരോടൊരു വാക്കുമിണ്ടുവാൻ പോലും ആരുമില്ലാത്തവനായിരുന്നു. കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ചേർത്ത് നിർത്തുവാൻ ആരുമില്ല. സഹോദരി, കേൾക്ക്, ഇനി ദൈവം നിന്നോട് കൂടെയുണ്ട്. കാരണം നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? മക്കളെ, ആരും അവിടെ ഇല്ല. പ്രിയ പാസ്റ്റർ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ, എൻ്റെ നിരപരാധിത്വം ചിലരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ ആരുമില്ല. കേൾക്ക്, നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും. അവൻ ഞാനിങ്ങനെ പറയട്ടെ, ലോകത്തിൻ്റെ സംസാരം വെറും വാക്കുകളാണ്. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സംസാരം അതൊരു പ്രവൃത്തിയാണ്. നിൻ്റെ ലൈഫിനെ മാറ്റുന്നൊരു പ്രവൃത്തി. മക്കളെ, നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. മല്ല് പിടിക്കുവാൻ റെഡിയായിക്കോ. ദൈവസന്നിധി മല്ല് പിടിക്കുവാൻ റെഡിയാക്കുക. സാഹചര്യങ്ങൾ, ആ തൊഴിൽ നേടിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ മാറുകയാണ്. പഠിച്ചിട്ടും അതിനൊത്തവണ്ണമുള്ള ജോലി കണ്ടെത്തുവാൻ കഴിയാതെ നിരാശയോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ, പ്രിയ കുഞ്ഞേ, അതിന്മേലുള്ള എല്ലാ തടസ്സങ്ങളും മാറുക. സാഹചര്യമാണ് നിൻ്റെ ശത്രു, പണമില്ലായ്മയാണ് നിൻ്റെ ശത്രു. നല്ലൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന അതേ അവസ്ഥ, പണമില്ലായ്മ, ആ ദാരിദ്ര്യത്തിന്, ആ ഇല്ലായ്മയ്ക്ക് കർത്താവ് അറുതി വരുത്തുക. മാതാവേ, പ്രാർത്ഥിച്ചു തുടങ്ങി. നിൻ്റെ തലമുറകളുടെ പഠനം മനോഹരമായി പൂർത്തീകരിക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സാഹചര്യമാണ് നിൻ്റെ ശത്രു. ആമേൻ. മനുഷ്യരല്ല പാസ്റ്റർ, സാഹചര്യമാണ്. മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. സാഹചര്യം ഇങ്ങനെ ശത്രുക്കളായാൽ എന്ത് ചെയ്യും? ഭവനത്തിൻ്റെ പണി പകുതി വഴിക്ക് കിടക്കുകയാണ്. തരാമെന്ന് പറഞ്ഞവർ തരുന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? അവർ മോശക്കാരായതുകൊണ്ടല്ല. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് തിരികെ കൊടുക്കുവാൻ കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ട്. സാഹചര്യം, അതേ, ആ സാഹചര്യം മാറുകയാണ്. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ള വഴി തുറക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. യേശുവിൻ നാമത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക. ആ ഭവനത്തിൻ്റെ പണി മനോഹരമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങൾ മുൻപിലുള്ളത്. അതെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പ്രിയ ബ്രദർ, പ്രിയ സിസ്റ്റർ, ഇത് പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. നീ തുടങ്ങിയ പലതിൻ്റെയും പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങളെ എൻ്റെ ദൈവം നിൻ്റെ മുൻപിൽ ഒരുക്കിയിരിക്കുന്നു. പേര് മാറുക. സഹോദര, പേടിച്ചോടിയ ആ സീസൺ അവസാനമാകുക. നിന്നെ അവിടെ നിർത്തത്തില്ല, അത് ജോലി ചെയ്ത് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് സഹോദരി നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആ സീസൺ മാറുക. ഇന്നലകൾ നീ ദുർബല, ഇന്നലകൾ നീ അബല. എന്നാൽ കേൾക്ക്, വചനം പറയുന്നു, നിന്നോട് കൂടെ ഉള്ളവർ
അവരോട് കൂടെയുള്ളവരിലും അധികമാകുന്നു. അല്ലെങ്കിൽ അവരോട് കൂടെയുള്ളവരെക്കാൾ ബലവാനായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ദിവസങ്ങളിൽ അവർ തിരിച്ചറിയുവാനായിട്ട് പോകുന്നു. ആമേൻ. ഇവിടെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ഓടി തളർന്ന യാക്കോബ് ഇനി എങ്ങോട്ട് ഓടണമെന്നറിയാതെ തനിക്കുള്ള തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കടവിനക്കരെ നിർത്തി യാബോക്ക് എന്ന നദിയുടെ കരയിലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് മല്ല് പിടിക്കുക. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ മനോഹരമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ദീർഘനാളുകളായുള്ള അലച്ചിൽ, എപ്പോഴും ഒരു ശത്രുഭയം, എപ്പോൾ വേണമെങ്കിലും ഞാൻ ഭയപ്പെടുന്നത് സംഭവിക്കും. എൻ്റെ ശത്രു എൻ്റെ നേരെ പാഞ്ഞു വരും, അവൻ എന്നെ തകർത്ത് കളയും, അവൻ എന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല. എന്നോ ഉള്ള ശത്രുതകൾ എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നോ എവിടെയോ തുടങ്ങിയ ശത്രുതകൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ആ പിന്തുടർച്ചകൾക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുക. നീണ്ട വർഷങ്ങളായുള്ള ശത്രുതകൾ മാറിപ്പോവുക. ഓ ആമേൻ, സ്തോത്രം. അവിടെ യാക്കോബ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. സ്തോത്രം. എല്ലാവരും ശത്രുക്കളായോ? ശത്രുക്കളെ ഭയന്നായിരിക്കുന്നു. കേൾക്ക്, നീ ദൈവത്തെ കാണുവാൻ പോവുക. നിനക്കൊരു ദൈവമുണ്ടെന്ന്, നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത സ്ഥലത്തും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയുവാൻ പോകുന്നു. അല്ല, എൻ്റെ ദൈവത്തെ നീ കാണുവാൻ പോകുന്നു. ഇന്നലകളിൽ തകർന്നു പോകാതെ, ആ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതെ നിന്നെ കാത്തു പരിപാലിച്ച ദൈവത്തെ, നീ ഓടിയ വഴികളിൽ നിനക്ക് പാതയൊരുക്കി തന്ന, നീ വീണ് തകർന്നു പോകാതെ നിനക്കൊപ്പം ഇരുന്ന ആ നല്ല കർത്താവിനെ നീ കാണുവാൻ പോകുന്നു. സഹോദര, കേൾക്ക്, ആ ദൈവത്തെ കണ്ട് എഴുന്നേൽക്കുന്ന യാക്കോബിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ശത്രു അവനെ എതിരേറ്റ് വരിക. ഏശാവെന്നാണ് ശത്രുവിൻ്റെ പേര്. വർഷങ്ങളുടെ പക, ഇവനെ കൊന്ന് ആ പക തീർക്കുവാൻ വേണ്ടി ഒരു കൂട്ടവുമായി 400 മല്ലന്മാരുമായി കടന്നു വരിക. ഇവനെ കൊന്ന് ഇവനുള്ളതിനെല്ലാം നശിപ്പിച്ച് തൻ്റെ വൈരാഗ്യം തീർക്കണം. അങ്ങനെ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി നല്ല അവസരം നോക്കി നിൽക്കുന്ന ചിലർ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ മുമ്പിൽ പെട്ടുപോയി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ, പാസ്റ്റർ, ഇതവരുടെ സമയമാണ്, ഞാൻ വീണു എന്നവർ തിരിച്ചറിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വന്നു എന്നവർ തിരിച്ചറിഞ്ഞു, ഇതവർ മുതലാക്കും. അല്ലേ സഹോദരി? അവർ മുതലാക്കി, അവസരം അവർ മുതലാക്കി. അതിൻ്റെ വീട്ടിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ അവസരം മുതലാക്കുകയാണ്. നിൻ്റെ ഭർത്താവിനും നിനക്കും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായെന്നറിഞ്ഞപ്പോൾ അവസരം മുതലെടുത്ത് അവനെ കൈവശമാക്കി നിന്നെ തകർക്കുവാനുള്ള പദ്ധതി, ശത്രുവിൻ്റെ പദ്ധതി. കേൾക്ക്, ആ പദ്ധതി തകർക്കപ്പെടുവാൻ പോവുക. ഓ ആമേൻ. നോക്കൂ, കൊല്ലുവാൻ വന്നവൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ കൊല്ലുവാൻ വന്നത് ദുർബലനായ ബലഹീനനായ യാക്കോബിനെയാണ്. എന്നാൽ അവൻ കണ്ടത് ഇസ്രായേലിനെയാണ്, അഥവാ ദൈവത്തിൻ്റെ പ്രഭുവിനെയാണ്. അവനെ കൊല്ലുവാൻ പറ്റത്തില്ലല്ലോ. ബലവാനായ ശക്തനായ ദൈവം കൂടെയുള്ളത് കൊണ്ട് എതിരേറ്റ് വന്ന് ചുംബിച്ച് മടങ്ങിപ്പോയി, അഥവാ മാനസാന്തരപ്പെട്ട് മടങ്ങിപ്പോയി. നിൻ്റെ ശത്രു മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം നിന്നിൽ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ പോകുക. പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കേൾക്ക്. ഇന്നലകളിൽ നിങ്ങളെ ദുർബലനായി കണ്ട, ഇന്നലകളിൽ നിങ്ങളെ ബലഹീനനായി കണ്ട നിങ്ങളുടെ ശത്രു മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം നിന്നിൽ ആ ദൈവ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിയുവാൻ പോകുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. അവരുടെ മധ്യത്തിലല്ല, ആൾക്കൂട്ടത്തെ കൂട്ടി, നോ, ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ആ വാക്ക് പറയട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. പ്രാർത്ഥനാ മുറിക്കകത്തും മുട്ടുമടക്ക്. ആ ശത്രുവിൻ്റെ കയ്യിൽ നീ ഒടുങ്ങിപ്പോകത്തില്ല. ആ ശത്രു മടങ്ങിപ്പോകും. വന്ന വഴിയെ ആ ശത്രു മടങ്ങിപ്പോകും. ആ വെല്ലുവിളി വന്ന വഴിയെ മടങ്ങിപ്പോകും. ആ മന്ത്രവാദത്തിൻ്റെ ശക്തി വന്ന വഴിയെ മടങ്ങിപ്പോകും. പാരമ്പര്യമായി വിടാതെ പിന്തുടരുന്ന ശാപങ്ങൾ വന്ന വഴിയെ മടങ്ങിപ്പോകും. നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് മുടിച്ചു കളയുമെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആ ശത്രുവിൻ്റെ പദ്ധതികൾ വന്ന വഴിയെ മടങ്ങിപ്പോകും. അതേ, കേൾക്ക്, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൻ്റെ തലമുറയുടെ വിവാഹം നടക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന ആ ശത്രുവും ശത്രുവിൻ്റെ പദ്ധതിയും നീങ്ങിപ്പോകും. ഓ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ശത്രു 33-ാമത്തെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പിൻവാങ്ങി. നീണ്ട വർഷങ്ങളുടെ പകയുമായി വന്നവൻ പിൻവാങ്ങി. ദൈവത്തിൻ്റെ പ്രഭുവിനെ കണ്ട് അവൻ പിൻവാങ്ങി.
നിന്നെ കണ്ട് നിൻ്റെ ശത്രു ഈ നാളുകളിൽ പിൻവാങ്ങുവാൻ പോകുന്നു. റെഡിയാണോ? ദൈവസനയിൽ മുട്ടുമടക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ? അതേ പ്രിയരെ, ഇനിയും ആ ശത്രുവിനെ ഭയന്ന് നിൻ്റെ രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രിയായി തീരത്തില്ല. ഇനിയും ആ ശത്രു മുഖാന്തരം ആ തൊഴിലിടത്തിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനിയും അവൻ നിനക്ക് ശത്രുവായിരിക്കത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് സഹോദരി, ദൂതേറ്റെടുക്കുവാൻ തയ്യാറാണോ? നിൻ്റെ ഭർത്താവ്, എന്നാൽ ഇപ്പോൾ അവൻ നിനക്ക് ശത്രുവാണ്. നിൻ്റെ ഏറ്റവും വലിയ ശത്രു നിൻ്റെ ഭർത്താവാണ്. നിൻ്റെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്നു, നിൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നു, നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. കേൾക്ക്, ഇനി അവൻ നിനക്ക് ശത്രു അല്ലേ അല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ ആ ദൂത് കൈമാറട്ടെ. ഇനി അവൻ നിനക്ക് ശത്രു അല്ലേ അല്ല. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കേൾക്ക്, ആ മകനും മരുമകളും തമ്മിലുള്ള പ്രശ്നം, അവരുടെ ഫാമിലി ലൈഫിലെ പ്രശ്നം, കോടതി കയറി അവിടെ അവളാണ് ഇന്ന് ആ മകൻ്റെ ജീവിതത്തിലെ മുൻപോട്ട് പോക്കിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രു. ആ ശത്രുത ഇനി ഇല്ല. ആ ശത്രുത ഇനിയില്ല. ആ മകൾ, അതേ നിൻ്റെ മരുമകൾ മകളായി മടങ്ങി വരുവാൻ പോകുന്നു. ആ ശത്രുതയ്ക്ക് ഇന്ന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. സഹോദര കേൾക്ക്, നിൻ്റെ ഭാര്യ മടങ്ങി വരുവാൻ പോകുന്നു. ആ ശത്രുത അവസാനിക്കുവാൻ പോകുന്നു. ഇനി നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ശത്രുക്കളല്ല, കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൻ ആ ഒരു ഗ്യാപ്പ് അതിനെ കരഞ്ഞ് തീർക്കുന്ന പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് അത്ര. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, പരസ്പരം മനസ്സിലാക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, പരസ്പരം കൈത്താങ്ങുന്ന ആ പാർട്ട്നേഴ്സായി നിങ്ങൾ മാറുവാൻ പോകുക. അതേ മാതാവേ, പിതാവേ, ഇനിയും നിൻ്റെ തലമുറകൾ, നിൻ്റെ ശത്രുക്കളല്ല, അവർ മാനസാന്തരപ്പെടുവാൻ പോകുക. അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നോട്ടത്തിൽ ആരുടെയൊക്കെയോ വാക്കിന് പിന്നാലെ പോയി, അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയി നിന്റെ ശത്രുവായി മാറി. അയ്യോ പാസ്റ്റർ, എൻ്റെ ഏറ്റവും വലിയ വേദന അതാണ്. എൻ്റെ മക്കൾ എനിക്കൊന്നും തരണ്ട, അവരെൻ്റെ ഒപ്പം ഉണ്ടായിരുന്നാൽ മതി. കേൾക്ക്, എവിടെയോ എങ്ങനെയോ ശത്രുക്കളായി തീർന്ന, അല്ലെങ്കിൽ പിശാച് ശത്രുക്കളാക്കി തീർത്ത ചിലർ മനഃപൂർവ്വമായി നിന്നെക്കുറിച്ച് പലതും പറഞ്ഞ് നിൻ്റെ തലമുറകളെ നിനക്ക് വിരോധമായി തിരിച്ച അനുഭവത്തിന് അറുതി വരുവാൻ പോകുക. നിൻ്റെ മക്കൾ ആ ശത്രുഭാഗത്ത് നിന്ന് തിരികെ വരുവാൻ പോകുക. ശത്രുപക്ഷത്ത് നിന്ന് അവർ തിരികെ വരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. മക്കൾ തമ്മിൽ ആ സ്നേഹം വെളിപ്പെടുവാൻ പോകുക. ആ ശത്രുത നീങ്ങിപ്പോകുക. തലമുറകൾ തമ്മിലുള്ള ശത്രുത നീങ്ങിപ്പോകുക. കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത നീങ്ങിപ്പോകുക. രക്തബന്ധങ്ങൾ തമ്മിലുള്ള ശത്രുത നീങ്ങിപ്പോകുക. ഇനി നിങ്ങൾ ശത്രുക്കളല്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ശത്രുതയ്ക്ക് കാരണമായി നിന്ന ചില വ്യക്തികളെ കർത്താവ് മാനസാന്തരപ്പെടുത്തുവാൻ പോകുക. സഹോദര, ആ തൊഴിലിടത്തിൽ നിന്നെ നിർത്തത്തില്ല എന്ന്, നിന്നെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേന്ന ചിലർ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, മാനസാന്തരപ്പെടുവാൻ പോകുക. നിനക്കൊരു ദൈവമുണ്ടെന്ന് കണ്ട്, നിനക്കൊപ്പം ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചിലതൊക്കെ മാനസാന്തരപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ദേശത്ത് നീ തുടങ്ങിയ ബിസിനസ്സുമായി മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് നിൽക്കുന്ന ആ വ്യക്തികൾ ആമേൻ മാനസാന്തരപ്പെടുവാൻ പോകുക. നീ തുടങ്ങിയ ആ സ്ഥാപനം അതവിടെ തന്നെ ഉണ്ടാകും. ആമേൻ. അത് നീ ജനിച്ചു വളർന്ന നാട്ടിലാണോ, മറ്റൊരു സ്റ്റേറ്റിലാണോ, മറ്റൊരു രാജ്യത്താണോ, എനിക്കറിയത്തില്ല. അവിടെ തന്നെ നിൻ്റെ ആ സ്ഥാപനം ഉണ്ടാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അവിടെ നിർത്തത്തില്ല എന്ന്, ആ വീട്ടിനകത്ത് തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് സഹോദരി വാദിച്ചു നിൽക്കുന്ന ചിലർ കാണുകെ എൻ്റെ കർത്താവ് നിന്നെ അവിടെ തുടരുമാറാക്കും. അവർ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും. ആമേൻ. തെറി പറയുവാൻ അല്ല, പരിഹസിക്കുവാനും നിന്ദിക്കുവാനും അപമാനിക്കുവാനും അല്ല, നിന്നിലുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ചിലർ മിത്രങ്ങളായി മാറുവാൻ പോകുക. ശത്രുക്കൾ മിത്രങ്ങളായി മാറുവാൻ പോകുക. സമയം പ്രാർത്ഥനാ മുറിക്കകത്ത് ചിലവഴിക്കുക. എങ്ങനെ? ദാവീദ് ദൈവത്തോട് മല്ലുപിടിച്ചു, യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ചു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഇന്നത് പാടാണ് പാസ്റ്റർ, ഇത് പാടാണ്, ഞങ്ങൾക്കറിയാം പാടാണ്. പക്ഷേ സാധ്യമാണ്. എങ്ങനെ? നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ശക്തിയേറിയ കൂട്ടായ്മയിലൂടെ, ഉപവാസത്തിലൂടെ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അവസരമുണ്ട് നിരന്തരമായി പ്രാർത്ഥനയിലുറ്റിരിക്കുവാൻ. പ്രൈസർ കുടുംബത്തിലെ പ്രാർത്ഥന പോരാളികളായി മാറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ പ്രാപിക്കുവാൻ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ ശത്രുവിനെയും അവനുയർത്തുന്ന വെല്ലുവിളിയും ആ ആയുധത്തെയും തകർക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കൂടുതൽ അറിയുവാൻ കോൺടാക്ട് ചെയ്തോ. എല്ലാ ദിവസങ്ങളിലും ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലി
ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ലൈവിൽ ഒരുമിച്ചായിരിക്കുവാനുള്ള അവസരമുണ്ട്. ചാനൽ സന്ദർശിക്കുക. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വരിക. അനുഗ്രഹം. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതുപോലെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അവസരമൊരുക്കുവാൻ നിങ്ങൾക്കും കഴിയും. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈശ്വരത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇവരായിരിക്കുന്നു. ശത്രുക്കളാൽ ഭയപ്പെട്ട് ചുറ്റിവളയുന്ന ശത്രുക്കളുടെ വാക്കുകൾ കേട്ട് തളർന്ന് അവരുടെ പ്രവൃത്തികളിൽ ഒതുക്കപ്പെട്ടു പോയവർ പുറത്തു വരട്ടെ. ചില ശത്രുക്കൾ മാനസാന്തരപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വെല്ലുവിളിക്കുന്ന ശത്രുക്കളുടെ മാനസാന്തരം കാണുന്ന ആഴ്ചയായി ഈ ആഴ്ച മാറട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗ്ഗം ഒരുക്കി നൽകി മാനിക്കണമേ. തൊഴിലിടങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ജോലി ചെയ്യുവാൻ കടന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രോഗിയായിത്തീരുന്ന അവസ്ഥ, ശരീരം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ, ആ ബലഹീനത മാറട്ടെ. മടിയിട്ട് ഭവനത്തിനകത്ത് ഒതുക്കിക്കൂട്ടുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. വരുമാന വഴികളെ തകർത്ത് കളയുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. വിദേശത്തും സ്വദേശത്തും പല ജോലികൾ ചെയ്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ സ്വർഗം വിടിവിക്കണമേ. അപ്പം തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരോട് സ്വർഗമങ്ങ് ഇടപെടണമേ. ദുഷ്ടൻ്റെ ആലോചനകളെ സ്വർഗമങ്ങ് നിഷ്ഫലമാക്കണമേ കർത്താവേ. ഇവരെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന ദുഷ്ടമനുഷ്യരെ മാറ്റി ഇവരെ അങ്ങ് ഉറപ്പിക്കണമേ. വിദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വഴികളെ തുറക്കണമേ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. പല പല എക്സാമുകൾ എഴുതി നല്ല റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്ന് ഇവരെ സമൃദ്ധിയിലേക്ക് അങ്ങ് കരം പിടിച്ച് നടത്തണമേ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് മേഖലകളിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികളായിട്ട് വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ബാധ്യതകൾ തീരട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ നൽകണമേ. പണികൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദീർഘനാളുകളായി കരയുന്നവർ സ്വർഗമങ്ങ് കനിയണമേ. എല്ലാ കടത്തിൻ്റെതായ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. വിശാലത വെളിപ്പെടട്ടെ. ദാരിദ്ര്യം മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശത്രു മനുഷ്യരായാലും പിശാചായാലും സാഹചര്യമായാലും അങ്ങ് കൂടിരുന്ന് ഇവരെ അങ്ങ് വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നിരന്തരമായി ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും നമുക്ക് ഒരുമിച്ച് വളരുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.